വിസ അപേക്ഷകർ അവരുടെ സോഷ്യൽ മീഡിയ വിവരങ്ങൾ നൽകണമെന്ന അമേരിക്കയുടെ പുതിയ നിയമത്തിൽ ഇന്ത്യ ഒടുവിൽ പ്രതികരിച്ചിരിക്കുകയാണ്. വിസ അപേക്ഷകൾ പരിഗണിക്കുമ്പോൾ അപേക്ഷകരുടെ യോഗ്യത മാത്രം മാനദണ്ഡമാക്കണമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ ആദ്യമായി പ്രതികരിച്ചുകൊണ്ട് MEA വക്താവ് രൺധീർ ജയ്സ്വാൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിസ, കുടിയേറ്റം തുടങ്ങിയ കാര്യങ്ങൾ ഓരോ രാജ്യത്തിൻ്റെയും പരമാധികാരവുമായി ബന്ധപ്പെട്ടതാണ്. US എംബസിയും US സർക്കാരും വിസ അപേക്ഷകളിൽ സോഷ്യൽ മീഡിയ വിവരങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ ഗൈഡ് ലൈൻസ് പുറത്തിറക്കിയിട്ടുണ്ട്. എല്ലാ ഇന്ത്യൻ പൗരന്മാരുടെയും വിസ അപേക്ഷകൾ അർഹതയുടെ അടിസ്ഥാനത്തിൽ മാത്രം പരിഗണിക്കണം എന്നാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത്. ഇന്ത്യക്കാരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ എല്ലാ മൊബിലിറ്റി, കോൺസുലാർ വിഷയങ്ങളിലും ഞങ്ങൾ US-ഉമായി ബന്ധപ്പെടുന്നുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്രംപിൻ്റെ ഭരണകാലത്ത് കുടിയേറ്റ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിയിരുന്നു. വിസയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിക്കാൻ തുടങ്ങി. പ്രധാനമായും വിദേശ വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണ് ഇത് കൂടുതൽ ശ്രദ്ധിച്ചത്. പുതിയ നിയമങ്ങൾ അനുസരിച്ച് വിദ്യാർത്ഥികളും എക്സ്ചേഞ്ച് വിസിറ്റർ വിസയ്ക്ക് അപേക്ഷിക്കുന്നവരും അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പബ്ലിക്കാക്കി വെക്കണം. അവരുടെ ഓൺലൈൻ പ്രവർത്തനങ്ങൾ US താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണോ എന്ന് ഉദ്യോഗസ്ഥർക്ക് പരിശോധിക്കാൻ വേണ്ടിയാണിത്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ ഒരു മാസത്തിനുള്ളിൽ 300-ലധികം വിസകൾ റദ്ദാക്കിയെന്ന് പറഞ്ഞിരുന്നു. അവരിൽ പലരും ഭീകരവാദത്തെയും ജൂതവിരുദ്ധതയും പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നുവെന്നാണ് അതിന് കാരണമായി പറഞ്ഞത്. അമേരിക്കൻ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നവരെ കണ്ടെത്താൻ വേണ്ടിയാണ് ട്രംപിൻ്റെ ഭരണകൂടം ഇങ്ങനെയൊരു കടുത്ത തീരുമാനമെടുത്തത്. വർഷങ്ങൾ പഴക്കമുള്ള പോസ്റ്റുകൾ വരെ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. അമേരിക്ക ഭീകരവാദ സംഘടനകളായി കണക്കാക്കുന്ന ഹമാസ്, ഹസ്ബുള്ള, ഹൂതി തുടങ്ങിയ സംഘടനകളെ പിന്തുണച്ച് പോസ്റ്റിട്ടാൽ വിസയും ഗ്രീൻ കാർഡും നിഷേധിക്കും. ഇത്തരം സംഘടനകളെ പിന്തുണയ്ക്കുന്ന പോസ്റ്റിടുകയോ ജൂതവിരുദ്ധ വിദ്വേഷം പ്രചരിപ്പിക്കുകയോ ചെയ്താൽ വിസ റദ്ദാക്കാൻ സാധ്യതയുണ്ടെന്ന് USCIS മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു രക്ഷാകവചമായി ഉപയോഗിക്കാൻ കഴിയില്ല. ആരെങ്കിലും അമേരിക്കയിൽ വന്ന് യഹൂദവിരുദ്ധ പ്രക്ഷോഭം പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല. അവർക്ക് അവിടെ സ്ഥാനമില്ല എന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കിയത് ഇതിന് ഉദാഹരണമാണ്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പുതിയ നിയമം കൊണ്ടുവരികയായിരുന്നു. അതനുസരിച്ച് വിസയ്ക്ക് അപേക്ഷിക്കുന്ന എല്ലാവരും അവരുടെ സോഷ്യൽ മീഡിയ വിവരങ്ങൾ നൽകണം. അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം മാത്രമല്ല, പ്രാദേശികമായുള്ളവയുടെ വിവരങ്ങളും നൽകണം. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഈ പ്രസ്താവന അമേരിക്കയുടെ വിവാദപരമായ ഈ നയത്തിനെതിരെയുള്ള ആദ്യത്തെ പ്രതികരണമാണ്. തങ്ങളുടെ പൗരന്മാരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഡൽഹി വാഷിംഗ്ടണുമായി നിരന്തരം ചർച്ചകൾ നടത്തുന്നുണ്ട്. H-1B വിദ്യാർത്ഥി വിസകൾക്ക് അപേക്ഷിക്കുന്നവരിൽ വലിയൊരു ശതമാനം ഇന്ത്യക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ മൊബിലിറ്റി, വിദ്യാഭ്യാസപരമായ സഹായം എന്നിവയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. 2025 ജനുവരിയിലെ കണക്കനുസരിച്ച് 50 ലക്ഷത്തിലധികം ഇന്ത്യക്കാർക്ക് US വിസയുണ്ട് എന്ന് US-ലെ ഇന്ത്യൻ എംബസിയും US അംബാസഡറും പറയുന്നുണ്ട്. ഇതിൽ ഇമിഗ്രൻ്റ് വിസയും നോൺ ഇമിഗ്രൻ്റ് വിസയും ഉണ്ട്. US വിസയ്ക്ക് അപേക്ഷിക്കുന്നവരിൽ ഏകദേശം 10% ഇന്ത്യക്കാരാണ്. അതിൽ കൂടുതലും വിദ്യാർത്ഥികളും H-1B, H-L വിസയ്ക്ക് അപേക്ഷിക്കുന്നവരുമാണ്. ഇന്ത്യക്കാരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ ഇടപെട്ടത്. എല്ലാ വിസ അപേക്ഷകരെയും ഇതുപോലെ പരിഗണിക്കണമെന്നും MEA ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.